അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സംസ്ഥാനമായ ഗോവയിൽ ഇറങ്ങി അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് ഇനി നമ്മൾ അടുത്ത യാത്രയിലേക്ക്, അടുത്ത എക്സ്പ്ലോറേഷന് വേണ്ടി പോവുകയാണ്. എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് 12 മണിക്കാണല്ലോ ചെക്കിങ്ങിൻ്റെ. ഗോവയിൽ രാവിലെ 4 മണിക്കായിരുന്നു ട്രെയിൻ എത്തിയത്. അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും ഇതാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിന്നതിന് ശേഷം അവിടെ തന്നെ ഫ്രഷപ്പായി അതിനുശേഷം നമ്മളിവിടെ തൊട്ടടുത്തുള്ളൊരു ചായക്കടയിൽ വന്നിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. അപ്പം ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സൗത്ത് ഗോവ ഒന്ന് കറങ്ങാനായിട്ടാണ്. സൗത്ത് ഗോവ എന്ന് പറയുന്നത് ഒത്തിരി എന്ന് പറയുന്നത് ഭയങ്കര ഗോവ അടിച്ചുപൊളി ഗോവ എന്നുള്ള സെറ്റപ്പ് അല്ല സൗത്ത് ഗോവ എന്ന് പറയുന്നത്. സൗത്ത് ഗോവ എപ്പോഴും ബീച്ചസിൻ്റെയും പീസ് നിറഞ്ഞൊരു ഏരിയ ആണ് സൗത്ത് ഗോവ. നാളെ നമ്മൾ ആണ് നോർത്ത് ഗോവയിലേക്ക് പോകുന്നത്. നോർത്ത് ഗോവയിലാണ് ഒത്തിരി ഫോർട്ടുകളും അതുപോലെ തന്നെ കുറേ ബീച്ചുകളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉള്ളതും ചർച്ചസും കാര്യങ്ങളൊക്കെ ഉള്ളത് നോർത്ത് ഗോവയിലാണ്. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സൗത്ത് ഗോവയിലേക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളെന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ചതിന് ശേഷം നമ്മൾ നേരെ അടുത്ത സ്ഥലമായ എക്സ്പ്ലോറേഷന് വേണ്ടി പോവുകയാണ്. നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗുഡ്വില്ലിലേക്കാണ് പോകുന്നത്. ഗുഡ്വിൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്നെടുത്തേക്കുന്ന സ്റ്റേയുടെ സ്ഥലമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് സെറോലീം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 6 കിലോമീറ്റർ ഏകദേശം ഉണ്ട് സിറ്റിയിൽ നിന്ന്. അപ്പം അത് കോൾവ ബീച്ചിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പം അങ്ങനെ നോക്കിയാണ് അത് എടുത്തത്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡിലൊക്കെ കാണാൻ പറ്റുന്നത് മെയിനായിട്ടുള്ളത് ഈ ബൈക്ക് റെൻ്റ് എടുക്കുന്നത്, കാറുകൾ റെൻറ്റിന് കൊടുക്കുന്നത് സ്ഥലങ്ങളൊക്കെ. അത്യാവശ്യം നല്ല കത്തിയാണ്. 600 രൂപ 500 രൂപ മിനിമമായിട്ടുള്ള 400 രൂപ തൊട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ പൈസ ഏറ്റവും കുറയ്ക്കാനായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഈ യാത്ര ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് തന്നെയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ബഡ്ജറ്റ്. പക്ഷേ ബഡ്ജറ്റ് നമ്മൾ നോക്കിയിട്ട് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. കണ്ട് പാവഭാജിയൊക്കെ കിട്ടുന്ന കടയാണ് കണ്ടത്. ഇവിടെ ഇങ്ങനത്തെ കുറേ ലോക്കൽ കടകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് കുറേ നല്ല ആൾക്കാരുണ്ട്, കുറേ അഴുക്ക ആൾക്കാരുണ്ട്. കുറേ അഴുക്ക ആൾക്കാർ കാരണമാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഇവിടെ ഭയങ്കര സ്കാമുകളാണ്, ഇവിടെ ഭയങ്കര പൈസയാണ്, പോകാൻ പറ്റത്തില്ല എന്നുള്ള സംഭവം. പക്ഷെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നോക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കാണിച്ച് ലിഫ്റ്റ് മേടിച്ച് വേണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും. ഇവിടെ അടുത്തടുത്തുള്ള സ്റ്റോപ്പുകൾ ഇറങ്ങി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പോയിക്കൊണ്ടിരിക്കുന്ന ഗോവൻ റൂറൽ ഏരിയകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോവയാക്കുന്നത് ബീച്ചിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റൊരു വശമാണ് ഇതിൻ്റെ റൂറൽ ഏരിയകളും അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളൊക്കെ. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാവരുടെയും വീഡിയോസിൽ പോലെ നമ്മൾ മെയിനായിട്ടുള്ള ബീച്ചസും പള്ളികളും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കവർ ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് എങ്ങനെയാണ് ഇവിടുത്തെ ബിസി ഷെഡ്യൂളുകൾ കാര്യങ്ങളൊക്കെ, ലാൻഡുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനൊരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ഗോവയിലെത്തിയപ്പോൾ ഗോവയിൽ ഞാനൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടൻ്റെ കൂടെ ഞാനിപ്പോൾ യാത്ര. ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഈ ചേട്ടൻ്റെ പേരാണ് വാലന്റീന്. ഈ ഞാൻ താമസിക്കാൻ പോകുന്ന വീടിൻ്റെ അടുത്തുള്ള വീടാണ് ഈ ചേട്ടൻ്റെ. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ പോകുന്ന വഴികളെന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ്. ഗോവയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതെന്ന് പറയുന്നത് ഒരു തരിശു ഭൂമിയാണ്. ഇവിടെ കൃഷി കാര്യങ്ങളൊന്നും ഇല്ല. കുറേ പശുക്കളും കാര്യങ്ങളൊക്കെ അങ്ങ് ദൂരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവിടെ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഗോവയുടെ സംസ്കാരം എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഗോവൻ ആളുകൾ എങ്ങനെയാണെന്നുള്ളത് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കൃഷി രീതികൾ എങ്ങനെയാണ്. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ടൂറിസമാണ്.
ഇവിടെ ടൂറിസത്തിന് വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ വീടുകളിലും സ്റ്റേകൾ, ഓരോ റെൻറ്റ് ഹോമുകൾ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേ ഹോമുകളൊക്കെയാണ് ഇവർ ഇതെടുക്കുന്നത്. ഒരു ദിവസം 500 രൂപ, 600 രൂപ, നല്ല ഇതാണെന്നുണ്ടെങ്കിൽ 800 രൂപ, 1000 രൂപ, 1500 രൂപ ഒക്കെ വരുന്ന റൂമുകളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഞാൻ എടുത്തേക്കുന്ന റൂമിന് ആകെ 300 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്തേക്കുന്നത് സെറോലിം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഇന്നറല്ല, ഔട്ട്സ്കേർട്സ് ആണ്. അത് ഏകദേശം സിറ്റിയിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ്, ബീച്ചിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറമാണ്. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ഞാൻ എത്താറായി ആ അടുത്തുള്ള സ്ഥലത്തേക്ക്. നമ്മളങ്ങനെ നമ്മുടെ വീട് എത്തിയതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒന്ന് റെഡി ആയതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത അവിടുന്ന് ബീച്ചിലേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഈ ഇതെന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഓരോ വീടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാരെ നോക്കുമ്പോഴാണെങ്കിൽ സൈക്കിൾ ഉൾപ്പെടെയാണ്, പഴയ സൈക്കിളൊക്കെ. ഒരു ചേട്ടൻ കണ്ട് പഴയ സൈക്കിൾ, അത് തുരുമ്പെടുത്ത് പോയ സൈക്കിളാണ്. അങ്ങനെ ആ സൈക്കിളൊക്കെ ചവിട്ടിയും തെങ്ങും കാര്യങ്ങളും, ആ പോകുന്ന ചേട്ടനെ കൊണ്ട് നമ്മൾ ഇത്രയും ദൂരം വന്നേക്കാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. ഏതോ ഒരു ബീച്ചാണ്. അങ്ങനെ നമ്മൾ ഗോവയുടെ ആദ്യത്തെ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അത്യാവശ്യം ഗോവൻ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗോവൻ ബീച്ച്, കടൽപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സംഭവങ്ങൾ, പെര, ഒരു സ്പീഡ് ബോട്ട്, ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. വെയിൽ കാണി ജെറ്റ് ക്രൂയിസർ. അങ്ങനെ നമ്മൾ കടലിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണുന്നു. യെസ്, അങ്ങനെ നമ്മൾ കണ്ടിരിക്കുകയാണ് ഗോവൻ ബീച്ച്. ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇതിലെ നേരെ നടന്നതിന് ശേഷം ഇതിലെ ഇവിടെ വണ്ടി ഓടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വണ്ടി ഓടിക്കാൻ പറ്റുന്ന ബീച്ചാണ്. കാരണം ഇത് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, വണ്ടിയല്ല കേട്ടോ, ഉന്തുവണ്ടി കേട്ടോ. ജെറ്റ്സ്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ വൈബടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. ഇങ്ങനെ നടക്കാം, നമുക്ക് ബീച്ചിൽ കൂടെ നടക്കാം. നടന്നു വന്നതാണ്ട് ആ വറ്റത്തുനിന്ന് ഇങ്ങി വരെ നടന്നു വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അടുത്ത ഇവിടെ ഉള്ള മീൻ പിടിക്കാൻ പോയ ആൾക്കാർ മീൻ പിടിച്ച് വന്നതിന് ശേഷം ആ ഒരു ബോട്ട് അടുപ്പിക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ചേട്ടന്മാരാണെന്നുണ്ടെങ്കിൽ ഇതേ വല ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ അടുത്ത മീൻ പിടിക്കാൻ പോകുന്നതിന് വേണ്ടി ഉള്ള വല ക്ലീൻ ആക്കിക്കൊണ്ട് നമ്മൾ കണ്ട അങ്ങ് ദൂരെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്ന്, അപ്പം ഈ ബീച്ചിൽ കൂടി ഇങ്ങനെ നടക്കാൻ നേരം ഈ ദൂരം പോകുന്നു അറിയത്തില്ല. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ കാണിച്ചത്, അത്രയൊന്നും തോന്നിയില്ല. അപ്പോൾ അതെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ആൾക്കാരാണ്. ഈ ബീച്ചിൻ്റെ പേരാണ് കോൾവ ബീച്ച്. ഇവിടെ നിന്നാലും സൺസെറ്റ് കാണാനായിട്ട് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം ഒത്തിരി ആൾക്കാർ വരുന്നൊരു ബീച്ചാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ഒരു കാര്യമാണ് ഇവിടുത്തെ മറ്റേ ടൂറിസ്റ്റ് സൈറ്റ് ഫോട്ടോഗ്രാഫേഴ്സ്. അവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 30 രൂപയാണ് അവരുടെ ചാർജ്. ഒരു ഫോട്ടോ എടുത്ത് നമുക്കത് വാട്സപ്പ് അയക്കാനായിട്ട്, അത് പ്രിൻ്റ് ഔട്ട് എഴുതിയെടുക്കുന്നതിന് 50 രൂപയാണ് റേറ്റ്. അങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ടും കാര്യങ്ങളും എടുക്കാനും ഒത്തിരി പേര് നമ്മളെ അപ്രോച്ച് ചെയ്യും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ബീച്ചാണ്. നമുക്കിങ്ങനെ ബീച്ചിൽ ഇത്ര കാലറ്റത്തോളം വെള്ളം ഞാൻ ബീച്ചിലാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പം ബീച്ചിൽ കൂടി ഇങ്ങനെ അത്യാവശ്യം നൈസായിട്ട് ഇറങ്ങി നടക്കുകയും വെള്ളത്തിൽ കൂടി ഇങ്ങനെ കളിച്ച് നടക്കുകയും, അത്യാവശ്യം വലിയ ആഴമില്ലാത്തൊരു ബീച്ച് സൈഡാണിത്. അതുകൊണ്ട് അങ്ങ് ദൂരെ വരെ ഈ ഒരു ആഴമേ ഉള്ളൂ. അത്യാവശ്യം കാണാനായിട്ടും ഒക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ബീച്ചിലേക്കൂടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഭവം. കിത്തനായ ഭയ്യ? only 30 rupees. शॉप को तो डिफरेंट स्क्रीन सिलेक्टेड फोटो. हाँ, अभी कितना प्रिंट करने के लिए 30 रुपया. शॉप को भी सर फोन में 30 और कार्ड में 50. कार्ड में 50 कम करके दे देगा पहले से ही. കോൾവ ബീച്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം ബീച്ചിൽ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം റേറ്റൊക്കെ നല്ല കത്തിയാണ് എന്നാണ് ഇത് ചെയ്തേക്കുന്നത്.
എന്നാലും ഇത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ബാക്കി കണ്ണാടികളും കാര്യങ്ങളും, പിന്നാണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങളും, പിന്നാണെന്നുണ്ടെങ്കിൽ ബാബു മെസ്സിയുടെ കടയിൽ ഫുഡുണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇവിടെ അടുത്തുള്ളൊരു കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇവിടുത്തെ സീ ഫുഡ് ഫിഷ് താലി നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഫുഡൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കാം എങ്ങനെയുണ്ട് ഫുഡ് കാര്യങ്ങൾ. ഗോവൻ സ്റ്റൈലിലുള്ള ഫുഡാണ്. ഇതിൻ്റെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഈ ചേട്ടൻ്റെയാണ് ഈ കട കാര്യങ്ങളും, ഈ ചേട്ടൻ്റെയാണ് കടകൾ കാര്യങ്ങളൊക്കെ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും കഴിക്കുന്നത് 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള ചേർത്ത് കഴിക്കാം. നമുക്ക് ഈ കറി ഒന്ന് ഒഴിച്ച് വെക്കാം. പരിപ്പ് കറിയാണ്, നമ്മുടെ നാട്ടിലെ പരിപ്പ് കറിയാണ്. ചില മീനും കൂടെ എടുത്ത് ആദ്യം മീൻ മാത്രം ഒന്ന് കഴിച്ച് നോക്കാം. മീൻ നല്ല ഫ്രഷ്നെസ് ഉള്ള മീനാണ്. കൊള്ളാം, വർത്ത് ഇറ്റ്.